ഇല്ലാടികളെ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജെ കൂടിയിട്ട് നമ്മുടെ പാലക്കാട് വരെ പോകാൻ കേട്ടോ. ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട്. സോ അവൻ വ്രതത്തിലാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ കിച്ചണിൽ പോയിട്ട് വെജ് ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരി കഴിക്കാൻ പ്ലാൻ ഉണ്ട്. സോ അതിൻ്റെതായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് എത്ര നേരം അപ്പോൾ എന്നോട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഓടിക്കാൻ വന്നിരിക്കാം. നമ്മുടെ ഇക്കാൻ്റെ കാര്യം തന്നെ ഹെൽമെറ്റ് ഓടിക്കാൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഗ്ലാസ് ഭയങ്കര എടുത്തത് കേട്ടോ. പെർഫെക്റ്റ് ആണ് വിചാരിക്കുന്നത്. അപ്പോൾ ജെ ഉള്ളിൽ നമുക്ക് ഹെൽമെറ്റ് എടുത്തോണ്ടിരിക്കണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഗ്ലാസ് ഒക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. അല്ല നിങ്ങളില്ല ചെക്കൻ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്തോണ്ടിരിക്കണേ. അത് എടുത്താ നിങ്ങളില്ല നമ്മുടെ ഇക്കാന്റെ കടയിലാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടതാ ഞാൻ ഗ്ലാസ് ഒക്കെ നമ്മളെന്താ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഗ്ലാസ് മേടിക്കട്ടെ. എന്താ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾ കണ്ട് സെറ്റപ്പ് ഇതാക്കണ്ട. എന്ന് വെച്ചാൽ സാധനം നല്ല നല്ല സാധനമുണ്ട്. നമ്മൾ അന്ന് മേടിച്ചു. പക്ഷെ എന്താ വെച്ചാൽ ഓരോ സംഭവങ്ങൾ പൊട്ടുകയില്ല. നമ്മൾ ഓരോ നമ്മുടെ സൂക്ഷിപ്പ് കുറവ് കാരണം പൊട്ടി പോകാൻ. ഹെൽമെറ്റ് എന്താ അവസ്ഥ? ഹെൽമെറ്റ് നോക്കുന്നുണ്ട്. നമ്മൾ വില കുറഞ്ഞതും കനം കുറഞ്ഞതും നോക്കുന്നത്. അതെ തണ്ണിമത്തന്നെ തോട് വലും മേടിക്കണ്ടേ. ഞാനൊക്കെ നടക്കുള്ളൂ. ഈ സാധനം ഇത് നമ്മൾ കയ്യിലിട്ട് നടത്താൻ മറ്റേ ബോധിധർമ്മിന്റെ സംഭവമില്ല. കയ്യിലൊക്കെ നടത്തിയിട്ടതാണ്. ഇപ്പൊ അത് ഇല്ല. അത് ഇപ്പൊ സാധനം കിട്ടില്ല. ഇപ്പൊ നമ്മൾ പുതിയൊരു സാധനം കൊച്ചിയിൽ ബ്രോഡ്വേ നടക്കിയില്ല. അതാണ് ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നേരെ പോയി സാൻ വരാറുണ്ട്. സാൻ ബ്ലോങ്സ് വരാറുണ്ട്. അപ്പൊ അവനെയും കാണുക. നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫെമിനാനും വരാറുണ്ട്. ഫെമിനാനും കാണുന്നത് ജസ്റ്റ് ഒരു വ്ളോഗ് ഇല്ല. അത്രേ ഉള്ളൂ. നമ്മളെന്ന് വെച്ചാൽ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യട്ടെ. സിക്കാൻ വീട്ടിൽ വരേണ്ട പറഞ്ഞു. സോ നമുക്ക് ഹെൽമെറ്റ് പർച്ചേസ് വരാം. ഹെൽമെറ്റ് വാങ്ങി. അപ്പൊ ഇവന്റെ ഞാനില്ല ഇവന്റെ സെയിം സാധനം കേട്ടോ. ഗ്ലാസ് ചേച്ചായിക്ക് ഇതാ ഇവന്റെ ഈ സെയിം സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുക. എന്താ വെച്ചാൽ ഇവന്റെ കുറച്ച് മൾട്ടി കളർ ആയിട്ടുള്ള സംഭവം നമ്മുടെ ബ്ലാക്കും എന്ന് വെച്ചാൽ ഇവന് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഒരാൾ ഗിഫ്റ്റ് കൊടുത്താണ് 700 സംതിങ് ഒക്കെ പറഞ്ഞു. നമുക്കറിയില്ല. നമുക്ക് പക്ഷേ 200 രൂപ കിട്ടി. അത്രേ ഉള്ളൂ. സെയിം സാധനം ബോക്സിലേക്കാണ് പറഞ്ഞാൽ റേറ്റ് കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പരിപാടി ചെയ്ത് അങ്ങ് വരെ ജെക്ക് വ്രതമാണ് കിടന്നത്. അപ്പൊ സോ അതുകൊണ്ട് നമ്മൾ വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ സോഷ്യൽ കിച്ചണിൽ പോവാ. വെജ് ഫ്രൈഡ് റൈസ് ഗോപി മഞ്ചൂരി കഴിക്കാറുണ്ട്. ഫാൻ വരാറുണ്ട് ഷൂട്ട് വേണ്ടി. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ ജയന്റെ നമ്മൾ RTR തമിഴ് പുലിയിലാണ് പോകുന്നത്. സുമേഷ് ഫ്രണ്ട് നേരെ പോലെ അല്ല. അപ്പൊ നമ്മൾ ഫുൾ കവറൊക്കെ ചെയ്ത് പോകട്ടെ. വെയിൽ ഭയങ്കര വെയിലിരിക്കില്ല. ഷെയർ ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നേരെ നമ്മൾ പാലക്കാട് പോകാം. നമ്മൾ ഇങ്ങനെ പോകട്ടെ. അത് വെയിൽ കാരണം ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയാലും നടക്കുള്ളൂ. ഈ പാലക്കാടൻ ചൂട്ടിന് ഇങ്ങനെ പോകാൻ വേണം. പിന്നെ നമ്മൾ ഓരോ ഇന്നലെ ഷേവ് ചെയ്യാൻ പോയ സമയത്ത് നമ്മുടെ ബിലാൽ ഭായ് ഒരു ഫേഷ്യലും കൂടി ചെയ്തു. എന്ത് ഫേഷ്യൽ. അപ്പൊ അത് കാരണം വെയിൽ കൊണ്ട് ഉറപ്പായി ഡാർക്ക് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചൂടടിക്കുന്നുണ്ട് പുറത്ത്. ഇതെല്ലാം നമുക്ക് നോക്കാം. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വണ്ടി പെട്രോൾ ഇല്ല പറയുന്നത്. അവിടെ എത്തുമെന്ന് അറിയാം. നമുക്ക് നോക്കാട്ടാ. വണ്ടി പമ്പ് ചതിച്ചില്ല. നമ്മളെ എണ്ണടിക്കാം. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഹെൽമെറ്റ് എടുത്തു പോകണ്ട. ഫസ്റ്റ് ദിവസം പോകാൻ പറ്റില്ല. അത് പുതിയ ഹെൽമെറ്റ് വാങ്ങിയായിരുന്നു. ഇല്ലാടില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വണ്ടി നടക്കുക. എന്താ വെച്ചാൽ വണ്ടി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നടക്കാൻ സോഷ്യലൈസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ അവിടെ പോകും. അവിടെ സാധനം ഫെമിനാണ് വരാറുണ്ട്. അവിടെ പോയി കഴിക്കാൻ. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചത്. ഇവിടെ വെയിലിരിക്കില്ലേ. അതെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചത്. സോഷ്യൽ കിച്ചണിലെത്തി. ഞാനും ചേച്ചിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെ കുറെ നേരം കിടന്നത്. അവരെ കാണാനില്ല. സാധനം ഫെമിനൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. എന്നിട്ട് ഓർഡർ ചെയ്യാം. പിന്നെ ഒന്നാമതോടെ ഇരിക്കാൻ സീറ്റില്ല. എടുത്തോണ്ടോ നമ്മൾ ആൾക്കാർ ഇരുന്നോണ്ടിരിക്കാൻ. നമുക്ക് എന്താ വെച്ചാൽ സീറ്റും ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും അവർ വരട്ടെ. നമ്മുടെ സാൻ എത്തിയിട്ടുണ്ട്. സാൻ ഫുൾ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഫുൾ കവർ ആയിട്ട് മച്ചാ എന്നാണ് അത് വെയിലാ. പാലക്കാട്ടിലെ വെയില് അല്ലേ? എങ്ങനെയുണ്ട് വെയില്? ഞാൻ മച്ചാ അങ്ങനെ ഷേവ് ഒക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്തോ. ബ്യൂട്ടി ഞങ്ങളവിടെ ഫേഷ്യലൊക്കെ ചെയ്താ നോക്കൂ. നീ അന്നത്ര നീ ഫേഷ്യലേക്ക് കൊടുത്തത് അന്ന് എത്ര പറഞ്ഞു? ഇവൻ ഫേഷ്യലേക്ക് കൊടുത്തു. ഒന്ന് സ്റ്റാഗിൽ എത്ര കൊടുത്ത്? 550. ഇടല്ലേ നമ്മൾ ഫേഷ്യൽ ചെയ്ത സംഭവം നമ്മുടെ ബിലാൽ ഭായ് ഫേഷ്യൽ ചെയ്തതാണ്. എത്ര ഫേഷ്യൽ ഒന്നുമില്ല. ഞാൻ ഷേവ് ചെയ്തു. ആദ്യം ട്രിം ചെയ്തു. ഷേവ് ചെയ്തു. എനിക്ക് തോന്നില്ല ഷേവ് ചെയ്തു. അതിന്റെ ഫേഷ്യൽ കൂടി പറഞ്ഞപ്പോൾ അപ്പൊ എന്റെ അത്ര മേടിച്ചത് 150 സംതിങ് എത്ര മേടിച്ചു. മൊത്തം 150 കിട്ടാ. നമുക്ക് പരിചയം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവൻ അന്ന് ചെയ്തപ്പോ ഇവനെ വലിയ റിസൾട്ട് ഒന്നും ഇല്ല. അപ്പോഴും കരിവാട് അങ്ങനെയല്ല. നിങ്ങൾക്ക് പൈസ മേടിക്കും കാര്യം പറയല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ചെയ്താണല്ലോ. എനിവേ താങ്ക് യു ബിലാൽ ഭായ്. കാരണം നമുക്ക് എന്തായാലും ഫെമിലിയോട് വരാറുണ്ട്. 2 ഫുഡ് ഓർഡർ ചെയ്ത പോരെ. അതെ ഫെമിലിയോട് ഓർഡർ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ജെ ഒരു ലോട്ടറി എടുക്കണം. അമ്മ വന്ന് ലോട്ടറി എടുക്കണം. അപ്പൊ ഗൂഗിൾ പേ ചോദിച്ചു അമ്മയുടെ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ എടുക്കാൻ വേണ്ടി ജെ എടുക്കണം. അത് ഇടയ്ക്ക് അത്ര ഉള്ളു. ഏതൊക്കെ നമ്പർ കൊടുത്തോളേ. ചെക്കൻ നല്ല ഭാഗ്യമുണ്ട്. പിന്നെ അടിച്ച എന്താ ചേച്ചേ നമ്പർ അടിക്കും. ഒരു നമ്പർ അടിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അടിക്കാത്തത്. 62-30 ഇറങ്ങില്ല അടിക്കും എന്നാണ് ചേച്ചി പറയുന്നത്. നോക്കാം. അപ്പൊ ഗൂഗിൾ പേ അയച്ചു കൊടുക്കണം. ഫെമിൻ ബ്രോ എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം പോയിട്ട് എവിടെ പോയി? തൃശ്ശൂർ ട്രെയിനിൽ പോയതല്ലേ? വണ്ടി പാർക്ക് ട്രെയിനിൽ പോയി. അപ്പൊ ഫെമിൻ ബ്രോ വന്നു. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി കഴിക്കാം.
നമ്മുടെ അപ്പോഴേ ലോട്ടറി മേടിച്ച മുത്തിയമ്മയ്ക്ക് ജെ ഇഡ്ഡലി മേടിച്ചു കൊടുക്കാൻ സോഷ്യൽ കിച്ചണ് നന്മയുള്ള ലോകം ജെ എന്താ വെച്ചാൽ വ്രതം ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല അല്ലെങ്കിൽ ചക്കൻ ഇങ്ങനെയില്ല കിട്ടിയാ പാഴ്സലായിക്കൊണ്ടിരിക്കുന്നു സ്ലോ മോഷൻ ഒരു ബീജം ഇട്ട് കൊടുക്കാൻ സ്ലോ മോഷൻ ബീജോ എത്തിയത് ഞാൻ മറ്റേ വെജ് ഫ്രൈഡ് റൈസ് അല്ല നൂഡിൽസ് അവിടെ ലെമൺ റൈസ് അവിടെ വെജ് ഫ്രൈഡ് റൈസ് അവിടെ വെജ് ഫ്രൈഡ് റൈസ് അപ്പോൾ കഴിക്കാൻ പറ്റുന്നത് ഇല്ലടികളെ അപ്പോൾ നമ്മൾ സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്ന നേരെ നമ്മുടെ പാലക്കാട് കോട്ടയിലോട്ട് വന്നിരിക്കുകയാണ് പാലക്കാട് സാനിൻ്റെ സ്വന്തം തട്ടകം ജെ സെമിനോട് എന്തിനാ പോയിരിക്കുകയാണ് സോ നമുക്ക് നേരെ വിളിപ്പോൾ ഒറ്റ മൈൻഡോട് മറ്റേ ഷോർട്സ് ഇട്ട് വരാൻ വേണ്ടി ജെ ഇപ്പൊ നോക്കുമ്പോൾ ആകെ എന്താണ് ഈ ലുക്കിന് എത്ര റേറ്റിംഗ് എടുക്കുന്നത് കിലയുടെ നമ്മൾ കോട്ട എത്തിയിട്ട് തണുത്ത സ്ഥലത്ത് പോയി ഇരിക്കാന്നുണ്ടാണ് കിലടല്ല അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ കയറി ഇത്രയും ഹൈറ്റിന് മുകളിൽ കയറി ഇരുന്നോ ഇവർ കയറാൻ പോകണുള്ളൂ വൈഡ് റേഞ്ചിലിട്ട് കാണിച്ചു ജെ യു ക്യാൻ ഡു ഇറ്റ് ഇതൊക്കെ ലോങ് ആണ് ഇയാൾ ഈ ഫാമിലി മാനെ കൊണ്ട് നോക്കാം വയറൊക്കെ ചടിച്ച് സാധനം കയറാ സാധനം കയറാ ശരി കയറില്ല നമുക്ക് ഇരിക്കാം ഇതിന് വേണ്ടി മെനക്കെട്ട് കോട്ടയ്ക്ക് വന്ന് രാവിലെ വൈകുന്നേരം ഇരിക്കുന്ന ആളിന് പോലും മറ്റേ കൊണ്ടുവന്ന ഇതിന് പോലില്ലേ പക്ഷെ നമ്മള് കണക്ഷൻ നീ എടുക്കാൻ വന്ന അതേ ലുക്ക് നീ ഈ ട്രൗസർ ഞാൻ പറയും എന്ത് പറയുന്നു അല്ലെ സംഭവം ഇവനെന്താ വെച്ചാൽ ഗോവൻ വൈബ് പിടിക്കാൻ നോക്കാൻ അല്ലേ പിന്നെ മാറ്റി തുടങ്ങിയിരിക്കണോ ഇല്ലേ തന്നെ കുഴപ്പമില്ലാണല്ലോ ഇല്ല എന്തായാലും ഞങ്ങൾ കുറച്ച് ചില്ലടിച്ചിട്ട് വരാം എന്തായാലും കോട്ടയിൽ നേരെ വന്നത് നമ്മൾ റോയൽ ഫ്രൂട്ട്സിലോട്ടാണ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കാരണം ഊക്കം വെയിലും നമ്മൾ ഇന്നലെ ഒന്ന് കുടിച്ചിട്ട് പോയതാണ് അപ്പം നമുക്ക് കുടിക്കാം ഇല്ല അപ്പോൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ അവിടെ ഉണ്ട് നമ്മളത് വെയിലോളം കൊണ്ട് ഞാനും ഫെമിനോട് പുറത്ത് മാറി നിൽക്കണം അവിടെ നല്ല തിരക്കും പിന്നെ ഇവിടെ നല്ല വെയിലും നമ്മൾ ഇന്നലെ ജ്യൂസ് പുറത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അളിയനെ നെഞ്ചുവേദനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു അപ്പം നമ്മൾ ജ്യൂസ് പുറത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു സോ ഒന്നും കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ജ്യൂസ് വരട്ടെ നമ്മുടെ ജ്യൂസ് വന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പഴുക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കും ഇതെന്തൊരു സാധനം ആദളം അപ്പൊ നമ്മുടെ ഇതും പാട്ടുണ്ട് സോ അപ്പം കുടിച്ച് നോക്കാം നമുക്ക് സ്ട്രോ വേണ്ടില്ല ഞാൻ സ്ട്രോ കുടിക്കാറില്ല കൊള്ളാം അവൻ എടുത്തു ഇനി എത്ര ജ്യൂസ് ഒരു ജ്യൂസല്ലേ ഉള്ളൂ പിന്നെന്താ ഒറ്റയ്ക്കാണ് ഭാര്യ നിന്റെ ഇങ്ങോട്ട് വേണമെങ്കിൽ കൊള്ളാം ഇല്ലേ അപ്പൊ ഇതെന്ത് ജ്യൂസ് മച്ചാ മറ്റേതെന്ത് ജ്യൂസ് ഇതെന്താ ജ്യൂസ് സാൻഡ്രോ ഇതെന്ത് ജ്യൂസ് എനിക്ക് പൈനാപ്പിൾ ഇതാ പൈനാപ്പിൾ ഞാൻ കുടിക്കണം വെച്ചാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇതെങ്ങണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കുടിച്ചോ കേട്ടാ അത് ഇത് മറ്റേ കൂർക്കുപ്പേരി വെച്ചോണ്ട് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കുടിച്ച ഫേവറേറ്റ് മൂഞ്ചി എന്താ വെച്ചാൽ അതെന്തോ ഉപ്പേരി വെച്ചോണ്ട് പായക്ക് ഉപ്പേരി വെച്ചോണ്ട് പൈനാപ്പിൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള സീസൺ പൈനാപ്പിൾ ഇഷ്ടമുള്ള അതാണ് പിന്നെ നമ്മളത് കുടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ടീം വന്നു നമ്മുടെ ചങ്ക് പിള്ളേർ വന്നിട്ടുണ്ട് ഇത് അമീർക്കും ദിൽഷാക്കും വന്നിട്ട് നോമ്പാണ് പിള്ളേർ ഇല്ലടികള് നമ്മൾ അവിടെ നേരെ ഇറങ്ങി ജിംബൽ മേടിക്കാണ്ട് പോകണ്ട ഫെബ്രുവരി ഷൂട്ട് കളിക്കാൻ സോ ജിംബൽ മേടിക്കാണ്ട് പോകണം നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ DOP വേണ്ടി ജിംബൽ മേടിക്കാനൊക്കെ നമ്മൾ നമ്മുടെ യൂണിക് ലോട്ടസ് എന്ന് പറയുന്ന നമ്മുടെ ക്യാമറ ഷോപ്പ് ഉണ്ട് അവിടേക്ക് പോകണം ഇല്ലടികള അപ്പൊ ഇതാണ് സാധനം ഉണ്ടാ തല കപ്പിച്ചു DJIന്റെ ഓസ്മോ മൊബൈൽ 7 പിന്നെ ക്യാമറ റേഞ്ച് പറയായിരിക്കും ഇല്ലടികളെ നമ്മൾ രാവിലെ ഒരു 50 ലോട്ടറി എടുത്തില്ലേ അതപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അടിക്കുന്ന പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് സീറ്റ് വരാൻ പറഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് നോക്കാം ചിറ്റൂര് 62 36 ഇല്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല 100 നോക്ക് ചിലപ്പോൾ കിട്ടും സെക്കൻഡ് ഇല്ല 100 നോക്കണേ 100 ചായ കുടിക്കാനുള്ള വഴിയുണ്ടാ ചായ കുടിക്കാൻ 62 33 100 36 നമ്പർ 100 രൂപ പോയി 3 നമ്പറിനെ പോയി ഇഡ്ലിയും പോയി 100 രൂപ പോയി അതെ എന്റെ കിട്ടിട്ട് 10 ശതമാനം നമുക്ക് ചായ കുടിക്കാൻ വഴിയുണ്ടാ അങ്ങനെ അതും പോയി ഇപ്പൊ നമ്മളത് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഗിംബിൾ മേടിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ആകുമോ ഫേടാ ബ്രോ എന്തായി കഴിഞ്ഞു നമ്മൾ പർച്ചേസ് കഴിഞ്ഞു എത്രയൊക്കെ മേടിച്ചു പറയും ബ്ലോഗാണ് പറയും വെളിപ്പെടുത്താൻ പറ്റില്ല പൈസ അറിയാലോ നമുക്ക് നമ്മുടെ ഒരു ബന്ധം വെച്ച് കുറച്ച് റേറ്റ് വേണ്ടി തന്നിട്ടാ പിന്നെ 1 രൂപ 6990 പൈസ വെളിപ്പെടുത്താൻ പറ്റില്ല
അപ്പൊ കിലാട്ടെ നമ്മൾ നേരെ പോവാ ചായ കുടിക്കാനായിട്ട് അവിടെ നിന്ന് പോട്ടെ. സാധനം ചായ കുടിക്കാൻ വരുമല്ലോ അല്ലേ? ചായ കുടിച്ച് പോയല്ലോ അല്ലെ? ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. KSRTC അവിടെ പോവാ. KSRTC എവിടെ? അവിടെ ചായക്കട എവിടെ? KSRTC ഉള്ളില്ല, അതിൽ ഒറ്റ ചായക്കട ഇരിക്കൂടാ. മൈതാനത്ത് അവിടെ പോവാ. അപ്പൊ കിലാട്ടെ നേരെ ചായ കുടിക്കാൻ പോകുന്നു. അവിടെ ഇട്ട് വരാം. ഈശ അങ്ങനെ എത്തിരിക്കണ്ട, ഈശി ബാക്കിലെത്തി. എവിടെ പോടാ? എന്താ ഹെൽമെറ്റ് വർഷം? എന്താ ഹെൽമെറ്റ് വർഷം? ക്ലിയർ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ മൈജിയുടെ സൂഫിയുടെ ഓപ്പോസിറ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നു. നീ ചായ കുടിച്ചിട്ട് വന്നാലും ചായ വന്നുട്ടോ. ഞാൻ ബൂസ്റ്റ് പറഞ്ഞു. നീ എന്താ പറഞ്ഞ? എവിടെ? ലെമൺ ടീ. അപ്പൊ ഇത് കുടിക്കാൻ നേരെ വീട്ടിൽ പോട്ടാ. കില്ലാടികളെ അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ പോയി സ്ട്രീമിങ് കഴിഞ്ഞ് നേരെ വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇങ്ങനത്തെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പോയി കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. കില്ലാടികളെ ഞാൻ ഇപ്പോൾ ഡ്രസ്സ് നോട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ ഇല്ലാതെ. അപ്പോൾ നാളെ പുതിയ വ്ളോഗായിട്ട് വരാം. ഇനി ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഡേ ബൈ ഡേ വ്ളോഗ് ഉണ്ടാകില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് ഗൈസ്, ബൈ.